കനത്ത തിരിച്ചടികൾ തുടർക്കഥയാകുന്ന അദാനിയുടെ ബിസിനസ് സാമ്രാജ്യം ഇപ്പോൾ ആടി ഉലയുകയാണ്. അമേരിക്കയിലെ ബാങ്കുകളെയും ധനസ്ഥാപനങ്ങളെയും നിക്ഷേപകരെയും ഒരുപോലെ കബളിപ്പിച്ച് കോടികൾ സമാഹരിച്ചെന്ന ക്രിമിനൽ കുറ്റപത്രം ന്യൂയോർക്കിലെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഗൗതം അദാനിക്കെതിരെ അറസ്റ്റ് വാറന്റും കോടതിയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വൻ സാധ്യതകളുള്ള സൗരോർജ ഉൽപാദന വിതരണ മേഖലയിൽ വൻകിട പദ്ധതികൾ തുടങ്ങുന്നതിന് വേണ്ടി $300 കോടി, അതായത് 25,200 കോടി രൂപയാണ് അമേരിക്കയിലെ ബാങ്കുകൾ മുഖേനയും നിക്ഷേപകരിൽ നിന്നും അദാനി ഗ്രൂപ്പ് സമാഹരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ സൗരോർജ ഉൽപാദന വിതരണ കരാറുകൾ നേടുന്നതിനായി ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അദാനി $265 ദശലക്ഷം, അതായത് ഏകദേശം 2029 കോടി രൂപ കൈക്കൂലിയായി നൽകിയത് എന്നാണ് ന്യൂയോർക്ക് കോടതിയിൽ പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. 2020-നും 2024-നും ഇടയിലാണ് ഈ കൈക്കൂലി നൽകിയത് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എന്നാൽ സൗരോർജ കരാറുകൾ നേടുന്നതിന് ഇത്തരത്തിൽ വൻ തുക കൈക്കൂലി നൽകിയെന്ന കാര്യം ബാങ്കുകളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും മറച്ചുവെച്ചെന്നും അങ്ങനെ പദ്ധതിയിൽ പണം മുടക്കിയവരെ കബളിപ്പിച്ചു എന്നതുമാണ് അദാനിക്കും കൂട്ടാളികൾക്കുമെതിരെ ഉന്നയിച്ചിരിക്കുന്ന കുറ്റ ആരോപണം. അമേരിക്കയിലെ നിയമപ്രകാരം ഇത്തരത്തിൽ പദ്ധതികൾക്ക് വേണ്ടി പണം സമാഹരിക്കുമ്പോൾ അതിനായി കമ്മീഷൻ, കൈക്കൂലി, കിക്ക് ബാക്ക്, ലോബിയിങ് ചാർജ് തുടങ്ങിയ വിവിധ രീതികളിൽ പണം നൽകുകയാണെങ്കിൽ അത് കുറ്റകൃത്യമാണ്. വിദേശ കമ്പനിയായാലും അമേരിക്കൻ വിപണിയിൽ നിന്ന് പണം സമാഹരിക്കുമ്പോൾ അക്കാര്യം ബാങ്കുകളിൽ നിന്നോ നിക്ഷേപകരിൽ നിന്നോ മറച്ചുവെക്കാൻ പാടുള്ളതല്ല. അതാണ് കരാറുകൾ നേടിയെടുക്കാൻ അനധികൃതമായി പണം നൽകിയെന്നും വിവരങ്ങൾ ബോധപൂർവം മറച്ചുവെച്ച് നിക്ഷേപകരെ കബളിപ്പിച്ചു എന്നുമുള്ള ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്നത്. ഒരു ബിസിനസ്സിൽ നേട്ടം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയിൽ കമ്പനിയോ വിദേശത്തുള്ള കമ്പനിയോ പണം കൊടുത്ത് വിദേശ രാജ്യത്തെ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയിൽ ക്രിമിനൽ കുറ്റം തന്നെയാണ്. 1977 പാസാക്കിയ US ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് പ്രകാരം ഇത്തരം പ്രവർത്തനം നിയമവിരുദ്ധമാണ്. സൗരോർജ പദ്ധതി പൂർണ്ണ തോതിൽ നടപ്പാക്കുന്നതോടെ അടുത്ത 2 ദശകത്തിൽ $200 കോടി, അതായത് 16,800 കോടി രൂപ ലാഭം നേടാനാകുമെന്ന് നിക്ഷേപകർക്ക് ഉറപ്പ് നൽകിയാണ് അദാനി ഗ്രൂപ്പ് തുക സമാഹരിച്ചത്. ഇന്ത്യയിലെ വൈദ്യുതി വിതരണ കമ്പനികളും ബോർഡുകളുമായി സഹകരിച്ച് സൗരോർജ വിതരണ കരാറുകൾ നേടാൻ കഴിയുമെന്ന വാഗ്ദാനം നൽകിയാണ് അമേരിക്കയിലെ നിക്ഷേപകരിൽ നിന്ന് കോടികൾ സമാഹരിച്ചത്. 2020 ജൂണിലാണ് അദാനി ഗ്രൂപ്പിലെ പ്രമുഖ കമ്പനിയായ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്ഥാപനം 4,667 മെഗാവാട്ട് സൗരോർജ വൈദ്യുതി വിതരണം ചെയ്യുന്നതിന് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനവുമായി കരാറിൽ ഏർപ്പെടുന്നത്. കേന്ദ്ര പുനരുപയോഗ ഊർജ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ് ഇതെന്നത് കുറ്റത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഇത്തരത്തിൽ കരാറുകൾ നേടുന്നതിന് പല തവണകളായി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്ന ആരോപണം വ്യക്തമായ തെളിവുകളുടെ പിൻബലത്തോടെയാണ് US കോടതിയിൽ സമർപ്പിക്കപ്പെടുന്നത്. 2030 ആകുമ്പോഴേക്കും മൊത്തം 8,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്നതായിരുന്നു കരാറിന്റെ കാതലായ ഉള്ളടക്കം. ഇതിൽ 2,000 മെഗാവാട്ട് വൈദ്യുതി 3 മാസത്തിനകം നൽകുമെന്നാണ് കരാറിൽ വ്യക്തമായി പറയുന്നത്. കരാറിന്റെ കാര്യം അറിയിച്ചുകൊണ്ട് NGEL ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത് 2030 ആകുമ്പോഴേക്കും കമ്പനി ലോകത്തെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ ഉൽപാദന കമ്പനിയായി മാറും എന്നതാണ്. എന്നാൽ കരാർ പ്രകാരം വാങ്ങുന്ന വൈദ്യുതിക്ക് ആവശ്യക്കാരെ കണ്ടെത്താൻ കോർപ്പറേഷന് കഴിഞ്ഞില്ല എന്നതാണ് പദ്ധതിയിൽ കല്ലുകടിയായി മാറിയ കാര്യം. ഇതിനെ തുടർന്നാണ് വൈദ്യുതി വാങ്ങുന്നതിന് കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്ക് വൻതുക കോഴ നൽകുക എന്ന തന്ത്രവുമായി NGEL മുന്നോട്ട് വരുന്നത്. ഇതിനായി കേന്ദ്ര സർക്കാരിലെ പല ഉന്നത ഉദ്യോഗസ്ഥരെയും ഗൗതം അദാനി നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് ന്യൂയോർക്ക് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ അറ്റോർണി വ്യക്തമായി പറയുന്നത്. അതീവ ഗൗരവപരമായ ഈ കുറ്റാരോപണം അമേരിക്കയിലെ നിയമങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ അഴിമതി വിരുദ്ധ നിയമങ്ങളുടെയും നഗ്നമായ ലംഘനം തന്നെയാണ്. കൗതുകകരമായ കാര്യം, ഒരു അമേരിക്കൻ അന്വേഷണ ഏജൻസി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും ഇന്ത്യയിലെ സർക്കാർ അവലംബിക്കുന്നത് മൗനം തന്നെയാണ്. നേരത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴും പ്രധാനമന്ത്രിക്ക് അടക്കം ഇതേ മൗനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഗൗതം അദാനിക്കും മറ്റ് 7 പേർക്കുമെതിരെയാണ് അമേരിക്കയിലെ കോടതി ക്രിമിനൽ കുറ്റം ചുമത്തിയിട്ടുള്ളത്. സാഗ്, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.